ഹായ് ഗൈസ്, ഇന്ന് റിലീസായ ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ ചിത്രമായ രേഖാചിത്രം എന്ന സിനിമയെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. ഇതൊരു ക്രൈം ത്രില്ലർ പടമാണ്. ജോഫിൻ ചാക്കോയാണ് ഇതിന്റെ സംവിധായകൻ. ആസിഫ് അലിയാണ് ഇതിലെ പ്രമുഖ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. വിവേക് എന്ന കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം നമുക്ക് മുൻപിലെത്തുന്നത്. 1985 മലക്കപ്പാറയിൽ വെച്ച് നടക്കുന്ന ആസൂത്രിതമായ ഒരു കൊലപാതകത്തെ പറ്റിയും തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടുന്ന ആസിഫ് അലി ഈ സിനിമയുടെ വളരെ മനോഹരമായ നീതി പുലർത്തിയിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് കണ്ടിരുന്ന് ബോറടിക്കുന്ന ഒരു പടമായിട്ട് എനിക്കിതിന് തോന്നിയിട്ടില്ല. പിന്നെ ഒരു നെഗറ്റീവ് പോലെ പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ ചില ഭാഗങ്ങളിൽ പഴയ കഥാപാത്രങ്ങളെ കാണിക്കാനായിട്ട് AI നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അത്രത്തോളം ഒരു ഒറിജിനലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് മാത്രം എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു നല്ല കാര്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. അതായത് പഴയ കാലത്തെ പേന, കസേര, അങ്ങനെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പല സാധനങ്ങളും നമുക്ക് പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പം നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ നേരെ മറിച്ച് പുതിയ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പണ്ടൊക്കെയാണ് നമ്മൾ ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ നമുക്ക് കാണാം, വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയെ ഓക്സിജൻ വെക്കുന്നു, അവസാനം വരെ സംസാരിക്കുന്നു. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഇതിലൊക്കെ അതൊക്കെ വളരെ മനോഹരമായി അവരെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. തികച്ചും ഇതൊരു 1 ടൈം വാച്ച് മൂവിയാണ്. മസ്റ്റ് ട്രൈ.